ഇന്ത്യയില് ഈ കാർഷിക വിപ്ലവത്തിന്റെ ചുക്കാൻ പിടിക്കാനായിട്ട് മിസസ് ഗാന്ധി ഏൽപ്പിച്ചു കൊടുക്കുന്നത് സ്വാമിനാഥനെയായിരുന്നു. ഓക്കെ, അങ്ങനെ വന്ന് കാർഷിക വൃത്തിയിലൂടെ നാം വളർന്നു. ഇതൊക്കെ നമ്മുടെ ഈ പ്രിയപ്പെട്ടവർക്ക് അറിയാമോ, ഈ പറയപ്പെട്ട മന്ത്രിമാർക്ക് അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും 1957 ഒരു അശോക് മേത്ത കമ്മിറ്റി വന്നു. അശോക് മേത്ത കമ്മിറ്റി വന്നപ്പോഴൊക്കെ കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാര് അവിടെ കേരളത്തിന്റെ ഭൂപ്രകൃതി പറഞ്ഞു. അതായത് നെല്ലിന്റെ കാര്യത്തില് സ്വയം പര്യാപ്തത, ഭക്ഷ്യ ഉൽപ്പന്നത്തിന്റെ കാര്യത്തില് സ്വയം പര്യാപ്തത കേരളത്തെ സംബന്ധിച്ച ബുദ്ധിമുട്ടാണ്. അന്നും കേരളത്തിലെ ആവശ്യത്തിന്റെ ഒരു 40% താഴെ മാത്രമേ ഇവിടെ അരി ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരണമായിരുന്നു. അതിന്റെ കാരണം നമ്മുടെ ഈ പ്ലാന്റേഷൻ ക്രോപ്സ്, അതായത് തോട്ടവിളകളാണ് കേരളത്തിന് അനുയോജ്യം, കേരളത്തിൽ കൂടുതലും. അങ്ങനെ പറഞ്ഞപ്പോൾ അത് മാത്രവുമല്ല, അത് അശോക് മേത്ത കമ്മിറ്റി റിപ്പോർട്ടിലും അവരത് സൂചിപ്പിക്കുന്നുണ്ട്.